ശരിയാണെങ്കിൽ ഇവരെ വിലക്ക് തന്നെ ചെയ്യണം. അത് മാത്രമല്ല ആ പരിപാടിയുള്ള ബാക്കി ആരൊക്കെ ഉണ്ട് അവരൊക്കെ വിലക്കണം. പക്ഷെ അതിനൊന്നും ഉള്ള സെറ്റപ്പ് ഉണ്ടാകുകയല്ലേ. ഇതൊക്കെ നമ്മള് ആരംഭശൂരത്വമാണല്ലോ. ഇന്നാള് മുടിയും പല്ലൊക്കെ എടുത്തോണ്ട് പോയായിരുന്നല്ലോ, എന്നിട്ട് വഴിക്ക് വെച്ച് വേണ്ടെന്ന് വെച്ചല്ലോ. നോക്കാം എന്തോരെ പോകും നോക്കാം. ശ്രീ ഫ്രാൻസിസ്, ഇത് സിനിമാ ലോകത്ത് മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമൊന്നുമല്ല. നമുക്കറിയാമല്ലോ, ഇപ്പോൾ എല്ലായിടത്തും ഈ മയക്കുമരുന്നുകളൊക്കെ സുലഭമാണ്. എവിടെയൊക്കെ വന്നാലും പിടിക്കണം. അതാണല്ലോ നല്ലത്, അതാണല്ലോ വേണ്ടത്. അങ്ങനെ ചെയ്യണം എന്നാണല്ലോ കണക്കും. അല്ല, സിനിമാ മേഖലയെ കുറിച്ച് താങ്കൾക്ക് വ്യക്തിപരമായി ഇത്തരം എന്തെങ്കിലും അറിവുകളുണ്ടോ? മുടി ശേഖരിച്ചു നഖവും അല്ലേ? എന്നിട്ട് ആ കേസ് എന്തായി? എന്താണ് ഒരു ഈ പറഞ്ഞ രണ്ടുപേരും അടിപൊളി സൂപ്പറായിട്ട് അവരുടെ പരിപാടി ചെയ്യുന്ന ആൾക്കാരാ. അവരെ കണ്ടിടത്തോളം അഭിനയം കൊണ്ടൊക്കെ വേറെ ലെവലാ. രണ്ടുപേരും നന്നായിട്ടുണ്ട് രണ്ടുപേരും. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നം ഇത് നമുക്കറിയാം, പുറത്തുള്ളവർക്ക് അറിയാൻ പറ്റില്ലല്ലോ ഈ സെറ്റിലുള്ള കാര്യങ്ങൾ. ഇതിൽ സത്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ചെയ്തിരിക്കുന്ന ഈ വിലക്ക് അത് ഇവിടെ കൊണ്ട് നിൽക്കരുത്, അത് കുറച്ചുകൂടെ ഹൈ ലെവലിലേക്ക് പോകണം. ഇതെന്താ ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരണം. ഒരു യുവ ആസ്വാദകൻ എന്ന നിലയ്ക്ക് താങ്കൾക്ക് എന്താണ് കൂടുതൽ, ഒരുപക്ഷെ നമുക്കറിയാം നമ്മൾ ഇവരെയൊക്കെ താരങ്ങളാണ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്, ആകാശത്തിൽ നിൽക്കുന്ന താരങ്ങളാണ്. ഈ താരങ്ങൾ എന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ അത് കൂടുതൽ ശ്രദ്ധിക്കപ്പെടും. ഇത്രയും പേര് അറിയുന്നത് കൊണ്ടാണ് ഇവർ താരങ്ങളാവുന്നത്. ഇത് ഈ ഫീൽഡിൽ നിന്നല്ല, എല്ലാ ഫീൽഡിലും ഇതുപോലെയുള്ള താരങ്ങളുണ്ട് ഇല്ലേ? ഒരു റോഡ് കോൺട്രാക്ട് എടുക്കുന്ന ആൾ ഏറ്റവും കൂടുതൽ പൈസ മുടക്കി വലിയ കോൺട്രാക്ട് എടുക്കുന്നവർ അവർ ആ മേഖലയിലെ താരങ്ങളാണ്. ഇത് ഇത്രയും ആൾക്കാർ പോയിരുന്ന് കാണുന്ന ഒരു പബ്ലിക് പരിപാടിയിലെ ആൾക്കാരായതുകൊണ്ടാണ് ഇവർ ഫേമസ് ആവുന്നത്. അതുപോലെ തന്നെ രാഷ്ട്രീയവും അല്ലേ? ശ്രീനാഥ് എന്ന പോലെയോ അല്ലെ ഷൈനികം എന്ന് പറഞ്ഞ പോലെയോ അതേപോലെ ഒരു പ്രൊഫഷൻ കൈകാര്യം ചെയ്യുന്ന ഒരു ഡോക്ടർ അത്രയും ഫേമസ് ആകാറില്ല. കാരണം അവരെ ജനങ്ങൾ അറിയുന്ന അത്രയും പേരുമായിട്ടേ അവർക്ക് സമ്പർക്കം ഉണ്ടാകാറുള്ളൂ. അതാ പ്രൊഫഷന്റെ ആണ്. അതിനെന്താ അല്ല, തീർച്ചയായും അത്തരം പ്രശസ്തിയിൽ നിൽക്കുന്നവർ എന്തെങ്കിലും ചെയ്താൽ, ഒരു വീഴ്ച സംഭവിച്ചാൽ അത് കൂടുതലായി പ്രതിഫലിക്കും. ഈ പ്രശസ്തി എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതല്ല, ഇവരുടെ ജോലി വൃത്തിയായി ചെയ്യുന്നുണ്ട് എന്നതാണ് സംഭവം അല്ലേ? ഇവരെ പോലെ ജോലി ഒരുപാട് മേഖലയിൽ ഒരുപാട് പേര് വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട് അവരവരുടെ ജോലികൾ ഇല്ലേ? അതിൽ വലിയ കഴമ്പില്ല, അത് ജനം കരുതുന്നതല്ലേ. താങ്കളൊരു സിനിമ ആസ്വാദകനാണല്ലോ, യുവ ആസ്വാദകനാണല്ലോ. ഞാൻ താങ്കളെ ഫ്രാൻസിസ് എന്ന പേര് വിളിച്ച് വിശേഷിപ്പിച്ചതാണ്. അപ്പൊ താങ്കൾ ഈ യുവനിരയോട് അല്ലെങ്കിൽ ചലച്ചിത്ര രംഗത്തെ യുവതാരങ്ങളോട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അവരോട് എന്താ പറയാനാ, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ട് വേണം ഇനിയിപ്പെന്നുള്ളതാണ്. അവരോടൊന്നും പറയാനില്ല. അവരിപ്പോ ചെയ്യണ പോലെ തന്നെ ചെയ്യട്ടെ. പണി കിട്ടേണ്ടവർക്കൊക്കെ പണി കിട്ടട്ടെ. വളരെ നന്ദി താങ്കളുടെ പ്രതികരണത്തിന്.